ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഇറച്ചിച്ചോറാണ്. ബീഫും പൊന്നി റൈസും വെച്ചാണ് ഞാൻ ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു സലാഡോ ചട്നിയോ തൈരോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണം കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ. ഇനി നമുക്ക് ഇറച്ചിച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബീഫ്, നിങ്ങളിതിൽ കണ്ടതുപോലെ ചെറുതായി കട്ട് ചെയ്യണം. അപ്പോഴാണ് ഇറച്ചിച്ചോറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതോടൊപ്പം ബീഫിൻ്റെ എല്ലും നെയ്യും കൂടെ കൂടുമ്പോഴാണ് ഇറച്ചിച്ചോറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസും 5-8 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് 2 പച്ചമുളക് കീറിയതും 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബീഫ് മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ അടിച്ചെടുക്കുക. നമ്മൾ ബീഫ് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഗ്രൈൻഡ് ചെയ്തെടുത്ത തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. ഞാനിവിടെ 3 കപ്പ് പൊന്നി റൈസ് വെച്ചാണ് ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി 4.5 കപ്പ് വെള്ളം ആവശ്യമാണ്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് പാല് പിഴിഞ്ഞെടുത്തു. ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് വീണ്ടും ബാക്കിയുള്ള 3.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെക്കുക. നമ്മൾ എടുക്കുന്ന റൈസ് ഒന്ന് വാഷ് ചെയ്ത് അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയും റൈസ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയുമാണ്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസ് നല്ലോണം വാഷ് ചെയ്ത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വേവാൻ വെച്ച ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുഴുവനായുള്ള ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 1 ടീസ്പൂണ് പെരുംജീരകം എന്നിവ ചേർത്ത് അത് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാരറ്റ് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫിൻ്റെ മസാല പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം എരിവോ ഉപ്പോ കൂടുതലായിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൈസിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും എരിവും ഇതിനാവശ്യമുണ്ട്. അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പും എരിവൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ തയ്യാറാക്കിയ മസാലയിൽ ഒരല്പം എരിവ് കുറവ് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഈ വെള്ളം തിളക്കാനായിട്ട് വെക്കുക.
വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി അതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുക. വിനെഗർ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും റൈസ് ഉടഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഈ പാത്രം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ റൈസും അതിലേക്ക് ഒഴിച്ച വെള്ളവും ഈക്വലായിട്ട് വന്നിട്ടുണ്ടാവും. ഞാനിവിടെ അലൂമിനിയം പാത്രത്തിലാണ് റൈസ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഗ്യാസിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്ത് ആ തട്ടിൻ്റെ മുകളിലേക്ക് റൈസിൻ്റെ പാത്രം വെച്ച് കൊടുത്ത് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും, ഒട്ടും അടിക്ക് പിടിക്കുകയും ഇല്ല. നമ്മൾ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ഇതുപോലെയുള്ള റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. ഞാനിപ്പോൾ ഇവിടെ പകുതി വേവാകുമ്പോൾ റൈസ് ഒരു തട്ടിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചുകൊണ്ട് തന്നെ ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളിവിടെ രേഖപ്പെടുത്തുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.